ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പണിയും ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഓരോ ദിവസവും ചിലവഴിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഒരു 7-7:30 ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അതിനുശേഷം പല്ലൊക്കെ തേച്ചതിന് ശേഷം അമ്മ ചായയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ കുടിക്കുകയാണ്. അതിനുശേഷം കാപ്പി ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഞാനിവിടെ കാപ്പി ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഇന്നലെ വെച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ദോശയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയി. പിന്നീട് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡാൻസൊക്കെ കളിച്ചിട്ട് ഒത്തിരി മാസങ്ങളായി. ഇപ്പോൾ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഡാൻസ് പഠിപ്പിക്കൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. കളിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ എനർജി ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് കുറച്ചായിട്ട് കളിച്ചൊന്ന് എൻ്റെ എനർജിയൊക്കെ ഇങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കോളേജിലൊക്കെ ക്ലാസ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസിനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കിട്ടുന്ന അത്രയും സമയത്ത് ഞാൻ നല്ല രീതിക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ എനർജിയും അതുപോലെ തന്നെ ഒരു പെർഫെക്ഷനും നമുക്ക് കിട്ടുകയുള്ളൂ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷേ എനിക്കിപ്പോൾ നല്ല രീതിക്ക് എനർജി കുറവാണ്. ഒരു 10 മിനിറ്റൊക്കെ കളിക്കുമ്പോൾ തന്നെ നന്നായിട്ട് തളരാറുണ്ട്. അപ്പോൾ കുറച്ച് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് വന്നാൽ മാത്രമേ പഴയതുപോലെ നമുക്ക് ആ ഒരു എനർജിയിൽ കളിക്കാൻ പറ്റുള്ളൂ. ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് 15-20 മിനിറ്റൊക്കെ നിർത്താതെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പം തന്നെ ഒട്ടും കളിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും എനർജി ലോ ആണിപ്പോൾ. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ ഈ ഒരു വീക്കിൽ ഞാൻ നല്ല രീതിക്ക് തന്നെ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നല്ല രീതിക്ക് തന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒട്ടും പറ്റാതെയായി. കംപ്ലീറ്റ് എനർജിയും പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നീട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തത്. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ചെയ്ത് തീർക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തോരനാണ് വയ്ക്കാനുണ്ടായിരുന്നത്. ഈ ഒരു ചുമപ്പ് ചീരയാണ് നമ്മളിന്ന് തോരൻ വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് പണ്ട് ഇതുപോലെ കുഞ്ഞായിട്ട് അരിയാനൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ചതിന് ശേഷം നല്ല ഹെൽപ്ഫുള്ളാണ്. കാരണം വെജിറ്റബിൾസ് ഒന്നും ഒട്ടും അരിയാൻ അറിയാത്തവർക്ക് ഈ ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അരിയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ചീരത്തോരനും അതുപോലെ തന്നെ കണവത്തോരനും പിന്നെ തൈര് കറിയാണ് ഇന്ന് വയ്ക്കാനായിട്ട് അമ്മ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ചീര ഇവിടെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ കണവ തോരനുള്ള കണവ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചീരത്തോരനും റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ മോര് കറിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കാച്ചിയെടുത്ത അങ്ങനെ മോര് കറിയാണ് വെക്കുന്നത്. ഇതിന് കറക്റ്റായിട്ട് പേരെന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് അടുത്ത ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് കോമ്പറ്റീഷനുള്ള പ്രാക്ടീസാണ്. വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ ഒരു പ്രാക്ടീസ് നടത്തിയത്. അപ്പോഴേക്കും കോമ്പറ്റീഷനുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് പ്രാക്ടീസ് ഇവിടെ തുടങ്ങി. ഈ വർഷത്തെ കോമ്പറ്റീഷന് ഭരതനാട്യം, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ് ആണ് ഉണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പഠിക്കാനുള്ള കുട്ടികളാണ് ഇവിടെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഫോക്ക് ഡാൻസ് ആണ്. ഫോക്ക് ഡാൻസ് ഏകദേശം പഠിച്ച് കഴിയാറായിട്ടുണ്ട്, ഒരു 1/4 ഭാഗം ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഓണം വെക്കേഷൻ കഴിയുമ്പോൾ തന്നെ മിക്ക സ്കൂളുകളിലും കോമ്പറ്റീഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെക്കേഷൻ സമയത്തൊക്കെ ക്ലാസ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ച് കഴിയാനും അതുപോലെ തന്നെ പിന്നീട് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയവും കിട്ടും. അപ്പോൾ ഇവർ കംപ്ലീറ്റ് ആയിട്ടും പഠിച്ച് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വെക്കേഷൻ സമയത്ത് തന്നെ പഠിച്ച് തീർത്തതിന് ശേഷം പിന്നീട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള വെക്കേഷൻ ടൈമിലൊക്കെ ഞാൻ ക്ലാസ് വെക്കാറുള്ളത്. എൻ്റെ കഴിഞ്ഞ വർഷത്തെ കോമ്പറ്റീഷൻ ആ ഒരു വീഡിയോസിലൊക്കെ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മേക്കപ്പിനെ കുറിച്ചും അതുപോലെ സ്ഥലം എവിടെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട് വന്നിട്ട് തിരുവനന്തപുരത്താണ്. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യാനും ഇവിടെ എൻ്റെ കുട്ടികൾക്ക് തന്നെയാണ് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളത്. എൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ വീഡിയോസിലൊക്കെ ഒത്തിരി പേര് മേക്കപ്പ് ഇഷ്ടമായി, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായി, കുട്ടികളുടെ ഡാൻസ് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വർഷവും ഇവരുടെയൊക്കെ കോമ്പറ്റീഷൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. മേക്കപ്പിൻ്റെ ആണെങ്കിലും ഹെയർ സ്റ്റൈലിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ഡാൻസ് വീഡിയോസൊക്കെ ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അവരുടെ പ്രാക്ടീസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ അടുപ്പിച്ചിട്ടാണ് ഞാൻ അവർക്ക് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കോമ്പറ്റീഷൻ്റെ പ്രാക്ടീസും കൂടെ വെച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് സമയം പോകുന്നതായിട്ട് തോന്നി. ആദ്യത്തെ 2-3 ദിവസം ഞാൻ വെക്കേഷനായിട്ട് വീട്ടിൽ നിന്നപ്പോൾ ഒട്ടും എനിക്ക് സമയം പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ സമയം പോകുന്നതായിട്ട് തോന്നി. അങ്ങനെ അവരെല്ലാവരും പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുളിക്കാനായിട്ട് പോവുകയാണ്. കുളിക്കുന്നതിന് മുൻപേ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഫേസ് മാസ്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം കോളേജിലൊക്കെ പോകുമ്പോൾ തന്നെ നന്നായിട്ട് വെയിൽ കൊള്ളാറുണ്ട് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ നന്നായിട്ട് സൺ ടാൻ ആയിട്ടാണ് എൻ്റെ മുഖവും കൈയൊക്കെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് കയ്യിൽ നല്ല സൺ ടാൻ ഉണ്ട്. എൻ്റെ മുഖത്തിൻ്റെ കളറും കൈയുടെ കളറും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രക്തചന്ദനവും തക്കാളിയുടെ ജ്യൂസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പേസ്റ്റ് പോലെ നമുക്ക് നല്ല രീതിക്ക് തന്നെ മിക്സായി കിട്ടും. അതിനുശേഷം കൈ വെച്ചിട്ട് നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലും കഴുത്തിലും കയ്യിലും നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ആവശ്യമുള്ളത് നമുക്ക് അവിടെ എല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മാസ്ക് അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ ചെയ്യാം. ഞാനിവിടെ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദാ ഇങ്ങനെയാണ് ആ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫേസ്. ഇനി നമുക്ക് കഴിക്കാനായിട്ട് പോവാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചോറും കറിയും അതുപോലെ തന്നെ കണവത്തോരനും ചീരത്തോരനൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുടിക്കാനായിട്ട് ഇവിടെ ഒരു ഹാഫ് നാരങ്ങ ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് ടാങ്കും കൂടെ ചേർത്ത് കലക്കിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു സിനിമ കാണാനായിട്ട് പോവാണ്. ഹെൽ ഹോൾ എന്ന് പറയുന്ന ഈ ഒരു ഇംഗ്ലീഷ് ഫിലിമാണ്. ടെലഗ്രാമിലാണ് കാണുന്നത്. ഇതൊരു ഇംഗ്ലീഷ് ഹൊറർ മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കുറേ പാർട്ടൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഞാൻ കണ്ടില്ല, കുറച്ച് മാത്രമേ കണ്ടുള്ളൂ. 2024 ഇറങ്ങിയ ഒരു ഹൊറർ മൂവിയാണിത്. വലിയ രസമൊന്നുമില്ല, ഒരു ആവറേജ് മൂവിയാണ്. ആദ്യത്തെ കുറച്ച് പോർഷൻ കണ്ടപ്പോൾ തന്നെ നന്നായിട്ട് ലാഗ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയമൊക്കെ ഞാൻ കണ്ടതിന് ശേഷം ഞാൻ പിന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് കാണാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും സമയം 3:38 ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് കുറച്ച് സമയം ഇരുന്നപ്പോൾ തന്നെ അമ്മേനെ വിളിക്കാൻ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അമ്മേനെ വിളിക്കാൻ പോവാണ്. വണ്ടിയിലാണ് പോകുന്നത്.
അങ്ങനെ അമ്മേനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് സമയം എൻ്റെ വീട്ടിലെ കുറച്ച് പൂച്ചക്കുട്ടികളാണ് ഇതൊക്കെ. അവരുടെ കൂടെ കുറച്ച് സമയമൊക്കെ കളിച്ചു. എൻ്റെ വീട്ടിൽ ഒത്തിരി പൂച്ചക്കുട്ടികളുണ്ട്. നിങ്ങളുടെ വീട്ടിലും പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കുറച്ച് സമയം അവരുടെ കൂടെയൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ പുറത്തേക്കൊക്കെ കുറച്ച് സമയം ഇറങ്ങിയിരുന്നു. അപ്പോഴേക്കും ഒരു 5-5:30 ആയിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ സൂര്യനൊക്കെ പോയി നന്നായിട്ടൊന്ന് ഇരുട്ടി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഞാൻ രാവിലെയും വൈകുന്നേരവും ചായ കുടിക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചായയാണോ കോഫിയാണോ ഇഷ്ടം, അല്ലെങ്കിൽ ചായ ഒന്നും കുടിക്കാറില്ലേ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു 6-6:30 ആയപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദ 100 എന്ന് പറയുന്ന ഈ ഒരു സീരീസാണ് ഞാനിപ്പോൾ കാണുന്നത്. 7 സീസൺസാണ് ഈ ഒരു സീരീസിനുള്ളത്. ഞാനിപ്പോൾ 7ാമത്തെ സീസണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സീരീസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചോറ് കഴിക്കാനുള്ള സമയമായി. ഞാൻ രാത്രി വളരെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ. നമ്മുടെ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒരു 9:30-9:45 ആയപ്പോഴത്തേക്ക് ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം പിന്നെ ഞാൻ കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഓണം വെക്കേഷനിലെ എൻ്റെ ഓരോ ദിവസവും ഇതുപോലെയാണ് ഞാൻ ചിലവഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ലാഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.